മദീനയിൽ ബസ് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരായ ഉംറ തീർത്ഥാടകരുടെ കബറടക്കൽ കർമ്മം നാളെ നടന്നേക്കും. ഫോറൻസിക് ഫലം ലഭിച്ചാലുടൻ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. ബസ് അപകടത്തിൽ തീർത്ഥാടകരടക്കം 47 പേരാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാത്രി മക്കയിൽ നിന്നും ഉംറ കഴിഞ്ഞ ശേഷം മദീന സന്ദർശനത്തിന് പുറപ്പെട്ട ഹൈദരാബാദ് സ്വദേശികളായ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടത്. സംഘം സഞ്ചരിച്ച ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 45 ഉംറ തീർത്ഥാടകരും ഒരു സന്ദർശക വിസയിലുള്ള ആളുമടക്കം 46 പേരാണ് മരിച്ചത്. DNA പരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ്. ഫോറൻസിക് ഫലം വരാൻ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിലോ നാളെയോ ഫോറൻസിക് ഫലം ലഭിച്ചേക്കും. ഫോറൻസിക് ഫലം ലഭിച്ചാലുടൻ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ തുടങ്ങും. മൃതദേഹങ്ങൾ മദീനയിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം. ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് S. അബ്ദുൽ നസീറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം മദീനയിലുണ്ട്. അതേസമയം അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട 25-കാരൻ മുഹമ്മദ് അബ്ദുൽ ഷിഹൈബ് ചികിത്സയിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, മദീന.